സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലെ ഭിന്നതയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തി. പുനഃസംഘടന വൈകുന്നത് ഭിന്നത കാരണമെന്നും ഹൈക്കമാൻഡിന്റെ വിമർശനം. രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിയതിലും ദേശീയ നേതൃത്വം അതൃപ്തിയിലാണ്. ഇന്നലെ എത്തിയ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാന നേതാക്കളെ കാണാതെ മടങ്ങി. പത്തനംതിട്ട പീഡനക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി റിപ്പോർട്ട്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട SP, DYSP ഉൾപ്പെടെ 25 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇതുവരെ 26 പേരാണ് കേസിൽ അറസ്റ്റിലായത്. കേസിൽ ഇന്ന് അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത 3 പേരുണ്ടെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള 7 പേരെ ചോദ്യം ചെയ്ത് വരികയാണ്. CMRL വിഷയത്തിൽ LDF, UDF നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കാലാകാലങ്ങളായി LDFന്റെയും UDFന്റെയും പ്രധാന നേതാക്കൾ CMRLൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങുന്നു എന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. BJP മാത്രമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കമ്പനികളിൽ നിന്നും പണം വാങ്ങാത്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും മാത്രമല്ല UDF വന്നാൽ മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്ന ചെന്നിത്തലയും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന 36-കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതി. അയൽവാസിയും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർക്കെതിരെയാണ് പരാതി. യുവതിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. യുവതിയെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിന് ഇരയാക്കിയെന്നും 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്നും പരാതിയിൽ പറയുന്നു. കുർബാന തർക്കത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വൈദികർക്കെതിരെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം നാശനഷ്ടമുണ്ടാക്കിയതിൽ 21 വൈദികർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിഭാഗീയത ശക്തമായ ആലപ്പുഴയിൽ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി R. നാസർ തുടരും. U. പ്രതിഭ MLA അടക്കം 4 പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയതായി തെരഞ്ഞെടുത്തു. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം ഇന്ന് വൈകിട്ട് ഹരിപ്പാട് മാധവ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 3 മാവോയിസ്റ്റുകളെ വധിച്ചു. ഇന്ദ്രാവതി ദേശീയോദ്യാനത്തിന്റെ പരിസരത്താണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സുരക്ഷാസേനാ മേഖലയിൽ പരിശോധന തുടർന്നു വരികയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആയിരിക്കും ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയായി പറയുന്നത്. ജനുവരി 20-നാണ് അമേരിക്കയിലെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ പാടുപെട്ട് അഗ്നിശമന സേനാ അംഗങ്ങൾ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതും അമിത ഉപഭോഗം ഭൂഗർഭ ജലവിതരണത്തെ ബാധിക്കുമെന്ന ഭരണകൂടത്തിന്റെ ആശങ്കയുമാണ് കാരണം. സംഭവത്തിൽ 16 പേരുടെ ജീവൻ നഷ്ടമായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ നിരവധി പേർക്ക് കാട്ടുതീയിൽ പൊള്ളലും ഏറ്റിട്ടുണ്ട്. $150 ബില്യൺ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കുന്നത്.